ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ലേൺ വിത്ത് SRG. അപ്പൊ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ 2025 CGL എക്സാമിന്റെ ഭാഗമായിട്ട് ഒരു PVQ സീരീസ് ആണ് ചെയ്യുന്നത്. നമ്മൾ സീരീസ് സ്റ്റാർട്ട് ചെയ്തതാണ് അല്ലേ. ജോഗ്രഫിയുടെ തന്നെ കഴിഞ്ഞ 2024 PVQ സീരീസ് നമ്മൾ ചെയ്തതാണ്. ഇന്നിപ്പോ നമ്മൾ ഹിസ്റ്ററി, നമുക്ക് ഓരോ ടോപ്പിക്ക് വെച്ച് GK വെച്ച് നമുക്ക് പോവാം കേട്ടോ. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു ഓർഡറിൽ നമ്മൾ പഠിച്ചു പോയാൽ നമുക്ക് ഈ വരുന്ന CGL എക്സാമിന് നമുക്ക് നല്ലൊരു മാർക്ക് GKയുടെ സൈഡിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് കഴിഞ്ഞ വർഷം ടയർ 1 ചോദിച്ച ഒരു 10 ക്വസ്റ്റ്യനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. എന്തൊക്കെ പാറ്റേണിലാണ് കഴിഞ്ഞ വർഷത്തിൽ ചോദിച്ചത് നമുക്ക് നോക്കാം. ഹിസ്റ്ററി ഫസ്റ്റ് ചോദ്യം, which of the following Sikh reform movement was started in 1873 in Amritsar? നല്ലൊരു ചോദ്യമാണ്, ഒരു പ്രത്യേക വെറൈറ്റി ആയിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. 1873 വർഷം നമുക്ക് തന്നിട്ടുണ്ട്. അമൃത്സറിൽ നടന്ന ഒരു സിഖ് റീഫോം മൂവ്മെന്റ് ഏതാണ്? അപ്പൊ നമ്മൾ ഈ ഓപ്ഷനിൽ കാണുന്നതെല്ലാം സിഖ് റീഫോം മൂവ്മെന്റ്സുകളാണ്. പക്ഷെ നമുക്ക് ഇതിലിപ്പം ഒരു ക്ലൂ ആയിട്ട് അവർ തന്നിട്ടുള്ളത് ഇത് 1873 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സോ വർഷം വെച്ച് നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടെത്താം. 1873 അമൃത്സറിൽ നടന്ന ഒരു സിഖ് റീഫോം മൂവ്മെന്റ് ആണ് സിംഗ് സഭ മൂവ്മെന്റ് എന്ന് പറയും. സോ ആൻസർ സിംഗ് സഭ മൂവ്മെന്റ് ആണ് കേട്ടോ. സിംഗ് സഭ മൂവ്മെന്റ് 1873 എവിടെയാണ്? അമൃത്സറിൽ. ഇതിന്റെ സ്ഥാപകർ എന്ന് പറയുന്നത്, ഇതിന്റെ സ്ഥാപകർ, ഈ ഒരു മൂവ്മെന്റിനെ പ്രധാനമായി നയിച്ചത് എന്ന് പറയുന്നത് രണ്ടു പേരാണ്. ഒന്ന് താക്കൂർ സിംഗ്, ശാന്ത വാലിയ ആൻഡ് രണ്ടാമത് ഒരാളുടെ ഉണ്ട് ജിയാൻ സിംഗ്. ഇവർ രണ്ടുപേരും. സോ അവരെ നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പോൾ ഈ വർഷം ചിലപ്പോൾ ഈ ഫൗണ്ടേഴ്സിന്റെ പേരായിരിക്കും ചോദിക്കുന്നത് കേട്ടോ. സിംഗ് സഭ മൂവ്മെന്റിന്റെ രണ്ട് നേതാക്കന്മാരാണ്. ഒന്ന് താക്കൂർ സിംഗ് ശാന്താവാലിയും ജിയാൻ സിംഗുമാണ് കേട്ടോ. ഇവര് 1873 സിഖ് മതവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച ഒരു റീഫോം മൂവ്മെന്റ് ആണ് സിംഗ് സഭ മൂവ്മെന്റ്. ഇതില് അടുത്ത വേറൊരു പ്രധാനപ്പെട്ടതാണ് ഇതിലിപ്പോ കാണുന്ന നമ്മൾ ഓപ്ഷൻ ബി, അക്കാലി മൂവ്മെന്റ്. ഇതൊരു പ്രധാനപ്പെട്ട ഒരു മൂവ്മെന്റ് ആണ് അക്കാലി മൂവ്മെന്റ്, അഥവാ മറ്റൊരു പേരാണ് ഗുരുദ് വര മൂവ്മെന്റ്. ഇതിന്റെ വേറൊരു പേരാണ് കേട്ടോ. ഈ അക്കാലി മൂവ്മെന്റ് തന്നെ മറ്റൊരു പേര് മറ്റൊരു പേരാണ് ഗുരുദ് വര മൂവ്മെന്റ് എന്ന് പറയും. ഇത് 1920 മുതൽ 1925 പഞ്ചാബ് റീജിയനിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട മൂവ്മെന്റ് ആണ് അക്കാലി മൂവ്മെന്റ് അഥവാ ഗുരുദ്വാര മൂവ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. സോ അത് നമുക്ക് വർഷം കണ്ടാം 1920 അത് വെച്ച് നമുക്ക് പിടിക്കാം. ഇതിലിപ്പോ വർഷം തന്നിട്ടുണ്ട് 1873. സോ 73 ആയതുകൊണ്ട് നമുക്ക് സിംഗ് സഭ. ഇനി അടുത്ത വർഷം 1920 ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം അക്കാലി മൂവ്മെന്റ്, അല്ലെങ്കിൽ മറ്റൊരു പേരാണ് ഗുരുദ്വാര മൂവ്മെന്റ്. ഏത് വർഷം? 1920 ആരംഭിച്ചത്. 20 മുതൽ 25 വരെയാണ് ആ ഒരു മൂവ്മെന്റ് നടന്നിരുന്നത്. അതും ഒരു സിഖ് റീഫോം മൂവ്മെന്റ്സ് തന്നെയാണ്. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ. രണ്ടാമത്തെ ചോദ്യം, അക്കോർഡിംഗ് ടു ദി ഇൻസ്ക്രിപ്ഷൻ പുഷ്യമിത്ര സുംഗ വാസ് എ ഡിവേറ്റ് ഓഫ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഗോഡ്സ്? പുഷ്യമിത്ര സുംഗ, നമുക്കറിയാം നമ്മുടെ സുംഗ ഡൈനാസ്റ്റിയുടെ സ്ഥാപകനാണ് ആര്? ഈ പുഷ്യമിത്ര സുംഗ എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ സുംഗവംശത്തിന്റെ സ്ഥാപകനാണ് ആര്? പുഷ്യമിത്ര സുംഗ. ഇദ്ദേഹം നമ്മുടെ മൗര്യയിലെ ലാസ്റ്റ് റൂളർ അല്ലെ. മൗര്യയിലെ ലാസ്റ്റ് റൂളർ ആയിരുന്നു ആര്? ബൃഹദ്രഥ അല്ലെ. മൗര്യവംശത്തിലെ ലാസ്റ്റ് റൂളർ ആയിരുന്നു ബൃഹദ്രഥ. ഈ ബൃഹദരനെ കൊന്ന അയാളുടെ ജനറൽ, അയാളുടെ മന്ത്രി അല്ലെ ജനറൽ ആയിരുന്ന ആര്? അതും ഒരു ബ്രാഹ്മണാണ് കേട്ടോ. ഒരു ബ്രാഹ്മണ വ്യക്തി കൂടിയായിരുന്ന ആര്? പുഷ്യമിത്ര സുംഗ. പുള്ളി ബൃഹദരനെ കൊന്നാണ് സുംഗ ഡൈനാസ്റ്റി രൂപീകരിച്ചത്. പുള്ളി ഒരു വിഷ്ണു ഭക്തനായിരുന്നു കേട്ടാ. നമ്മുടെ പുഷ്യമിത്ര സുംഗ ഒരു വിഷ്ണു ഭക്തനായിരുന്നു കേട്ടോ. അതുപോലെ ഓർത്തു വെക്കേണ്ടതാണ്, പുഷ്യമിത്ര സംഘയുടെ സമയത്ത് ഇദ്ദേഹം ബുദ്ധമതത്തിന് വലിയൊരു എതിരായിരുന്നു. ബുദ്ധമതവുമായി ബന്ധപ്പെട്ട മൊണാസ്ട്രികളും മറ്റു കാര്യങ്ങളെല്ലാം വളരെ രീതിയിൽ നശിപ്പിച്ച ഒരാൾ കൂടിയാണ് ആര്? ഈ പുഷ്യമിത്ര സുംഗ. പുള്ളി ഒരു വിഷ്ണു ഭക്തനായിരുന്നു കേട്ടോ. സോ ആൻസർ ഓപ്ഷൻ എ, വിഷ്ണു ആണ് ആൻസർ കേട്ടോ. സുംഗ ഡൈനാസ്റ്റിയിലെ പ്രത്യേകമാണ്, സുംഗ ഡൈനാസ്റ്റി ഒരു ബ്രാഹ്മണ ഡൈനാസ്റ്റി കൂടിയായിരുന്നു കേട്ടോ. ഒരു ക്ഷത്രിയ അല്ല, ബ്രാഹ്മണ ഡൈനാസ്റ്റി കൂടിയായിരുന്ന ആര്? സുംഗ ഡൈനാസ്റ്റി. ആരാ ഫൗണ്ടർ? പുഷ്യമിത്ര സുംഗയാണ് സ്ഥാപകൻ. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം,
സമത സൈനിക് ദൾ വാസ് ഫൗണ്ട് ഇൻ 1927. സോ ഈ വർഷം നോട്ട് ചെയ്ത് വെക്കുക. ഈ വർഷം എക്സാം ചോദിക്കും. ഇൻ വിച്ച് ഇയർ സമത സൈനിക് ദൾ രൂപീകരിച്ചു? വർഷം 1927. ഇതിപ്പോ ആരാ നമുക്ക് സ്ഥാപകർ എന്നാ ചോദിച്ചത്? ഇത് ആരംഭിച്ചത് നമ്മുടെ ഡോക്ടർ BR അംബേദ്കർ ആണ്. നമ്മുടെ അംബേദ്കർ 1927 ആരംഭിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് സമന്ത സൈനിക് ദൾ എന്ന് പറയുന്നത്. അതുപോലെ ഇതേ 27 നമ്മുടെ അംബേദ്കർ ടെമ്പിൾ എൻട്രി മൂവ്മെന്റ് ആരംഭിച്ചത്. അതൊരു സ്ഥിരം ചോദ്യമാണ്. ടെമ്പിൾ എൻട്രി മൂവ്മെന്റ് ആരംഭിച്ചത് ആരാണ്? ടെമ്പിൾ എൻട്രി മൂവ്മെന്റ് ആരംഭിച്ചത് അംബേദ്കർ ആണ്. ഏത് വർഷം? 1927 ടെമ്പിൾ എൻട്രി മൂവ്മെന്റ് ആരംഭിച്ചത്. ആരംഭിച്ചത്? അംബേദ്കർ ആണ്. ആ അംബേദ്കർ 1927 ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് സമന്ത സൈനിക് ദൾ എന്ന് പറയുന്നത്. സോ ഇതിന്റെ നിങ്ങൾ ഈ വർഷം പഠിച്ചു വെക്കുക. ചിലപ്പോൾ ഈ വർഷം നമുക്ക് ഈ ക്വസ്റ്റ്യൻ എന്താണ് വർഷം ചോദിക്കാം. ഏത് വർഷം? സമന്ത സൈനിക് ദൾ 1927. ആ 27 അംബേദ്കർ ടെമ്പിൾ എൻട്രി മൂവ്മെന്റും ആരംഭിച്ചത്. സോ സെയിം വർഷമാണ് 1927. ഓക്കെ. ദെൻ അടുത്ത ചോദ്യം. ദ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ചോള റൂളർ രാജരാജ വൺ റൂൾഡ് ഫ്രം ആണ് ഫ്രം 1985 ടു എത്ര? നമ്മുടെ ചോള വംശത്തിലെ ഏറ്റവും ഫേമസ് ആയ രാജാവായിരുന്നു രാജരാജ ചോളൻ അല്ലെ. അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞത്, അദ്ദേഹം അധികാരത്തിൽ വന്നത് AD 985 അധികാരത്തിൽ നിന്ന് പുറത്തായത് അത് അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ടൈം എന്നാണത് AD 1014 വരെ കേട്ടാ. 985 മുതൽ 1014 വരെ ചോളവംശം ഭരിച്ചത് ആരാണ്? രാജരാജ ചോളനാണ്. നമ്മുടെ ചോള വംശത്തിലെ ഏറ്റവും പേരെടുത്ത അല്ലെ ഇദ്ദേഹത്തിന്റെ പീരീഡിലാണ് നമ്മുടെ അതും AD 1010 അല്ലെ 10 പുള്ളി കെട്ടിയ ക്ഷേത്രമാണ് നമ്മുടെ തഞ്ചാവൂരിലെ വലിയ ക്ഷേത്രം, ബിഗ് ടെമ്പിൾ അല്ലെ, ബൃഹദേശ്വര ടെമ്പിൾ അല്ലെ. നമ്മുടെ തഞ്ചാവൂരിലെ ബൃഹദേശ്വര ടെമ്പിൾ ഏത് വർഷം? അതും PYQ. ഏത് വർഷം? AD 1010. AD 1010 രാജരാജ ചോളൻ കെട്ടിയ ക്ഷേത്രമാണ് ബൃഹദേശ്വര ക്ഷേത്രം. അതും മുൻവർഷ ചോളൻ കേട്ടോ, PYQ ആണ് കേട്ടോ, ചോദിച്ചിട്ടുണ്ട് മുമ്പ് കേട്ടാ. ആ രാജരാജ ചോളന്റെ പീരീഡ് ആണ് 985 മുതൽ 1014. സോ അത് കൃത്യമായി പഠിക്കുക. ചിലപ്പോൾ ഈ തവണ മൊത്തം ടോട്ടൽ ചോദിക്കുമായിരിക്കും കേട്ടാ. 985 മുതൽ 1014 വരെ രാജരാജ ചോളന്റെ എന്താണ് ടൈം പീരീഡ് ആണ്. ഓക്കെ. ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് പോയല്ലോ. അടുത്ത ചോദ്യം. ഹു എസ്റ്റാബ്ലിഷ്ഡ് ശാന്തി നികേതൻ ആൻഡ് വെൻ? എപ്പോ? ശാന്തി നികേതൻ അല്ലെ. നമുക്കറിയാം ശാന്തി നികേതൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആര് തന്നെയാണ്? നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ അല്ലെ. ഓപ്ഷനിൽ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. രവീന്ദ്രനാഥ് ടാഗോർ, BU ഉണ്ട്, DU ഉണ്ട്. സോ ഇതിൽ ഏതോ ഒന്നാണ് ആൻസർ അല്ലേ. ഇതിൽ ഏതോ ഒന്നാണ്. പക്ഷെ വർഷമുണ്ട്. കാരണം വെൻ ഉണ്ട്. 1901, 1905. ശാന്തി നികേതൻ രൂപീകരിച്ചത് 1901 കേട്ടോ. ഏത് വർഷമാണ്? 1901 ശാന്തി നികേതൻ രൂപീകരിച്ചത്. ആരാ ശാന്തി നികേതന്റെ ഫൗണ്ടർ? നമ്മുടെ രവീന്ദ്രനാഥ് എന്താണ് ടാഗോർ ആണ് കേട്ടോ. സോ ആൻസർ ഓപ്ഷൻ B ആണ് ആൻസർ. 1901 ഫൗണ്ടർ ആരാ? രവീന്ദ്രനാഥ് ടാഗോർ ആണ് നമ്മുടെ ശാന്തി നികേതന്റെ. ശാന്തി നികേതൻ നമുക്കറിയാം ഇതൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കൂടിയാ അല്ലെ. നമ്മുടെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കൂടിയാണ് ഏത്? ശാന്തി നികേതൻ. അതൊക്കെ കൊണ്ടായിരിക്കും ചോദിച്ചത് കേട്ടോ. 1901 രവീന്ദ്രനാഥ് ടാഗോർ. ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആക്ട്സ് പാസ്ഡ് അണ്ടർ വാറൻ ഹാസ്റ്റിംഗ്സ് വാസ് ആൾസോ കാൾഡ് ഹാൾഫ് ഓഫ് സിസ്റ്റം? സോ ഇതൊരു പ്രധാനപ്പെട്ട ഒരു ആക്ടുമായി ബന്ധപ്പെട്ട ഒരു സംഭവമായിരുന്നു. എന്താണ് ഈ ഹാൾഫ് ഓഫ് സിസ്റ്റം എന്ന് പറയുന്നത്? നമ്മുടെ ഇന്ത്യയില് നമ്മുടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നതിന് ശേഷം ഇന്ത്യയിലെ കച്ചവട കാര്യങ്ങൾ, അതായത് കൊമേഴ്സ് പരമായ കാര്യങ്ങൾ, ട്രേഡ് പരമായ കാര്യങ്ങളും, അതുപോലെ ഇന്ത്യയിൽ എന്താണ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ്, അതായത് നമുക്കറിയാം ഇന്ത്യയുടെ ജുഡീഷ്യലും ആരായിരുന്നു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് നോയിക്കൊണ്ടിരുന്നത് അല്ലെ. അതിനെ രണ്ടായി പിരിച്ചത്, അതായത് രണ്ടായി ഡുവൽ സിസ്റ്റമായിട്ട് ഡുവൽ സിസ്റ്റമായി പിരിച്ച ഒരു ആക്ട് ആണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 കേട്ടോ. സംഭവം എന്ന് വെച്ചാൽ
1784 വരെ ഈ രണ്ട് കാര്യങ്ങൾ, അത് കൊമേഴ്സ് പരമായ, ട്രേഡ് പരമായ, ബിസിനസ് പരമായ കാര്യങ്ങളും പൊളിറ്റിക്കലി ഉള്ള ജുഡീഷ്യൽ പരമായ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. ഈ 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് പ്രകാരം ഇത് രണ്ടായി പിരിഞ്ഞു. അതായത് കൊമേഴ്ഷ്യൽ കാര്യങ്ങൾ മാത്രം ഇനി ആര് നോക്കിയാൽ മതി? ഈസ്റ്റ് ഇന്ത്യ കമ്പനി നോക്കിയാൽ മതി കേട്ടോ. പൊളിറ്റിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ജുഡീഷ്യൽ പരമായ ആ പ്രദേശത്തിന്റെ ജുഡീഷ്യൽ പരമായിട്ടുള്ളതും ബോർഡ് പരമായിട്ടുള്ള കാര്യങ്ങളും കേട്ടോ, ഗവൺമെന്റ് സർക്കാർ ബോർഡ് പരമായ കാര്യങ്ങളെല്ലാം ആര് നോക്കും? ബ്രിട്ടീഷ് ഗവൺമെന്റ് നോക്കും. ആര് നോക്കും? ബ്രിട്ടീഷ് ഗവൺമെന്റ് അതിന്റെയൊക്കെ മേൽനോട്ടം വഹിക്കും കേട്ടോ. പക്ഷെ അങ്ങനെ രണ്ടായി തിരിച്ചു. നേരത്തെ ഈ രണ്ട് കാര്യങ്ങളും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ പിറ്റ്സ് ഇന്ത്യ ആക്ട് പ്രകാരം, അതും ഏത് വർഷം? 1784 പ്രകാരം ഇനി മുതൽ കൊമേഴ്ഷ്യൽ കാര്യങ്ങൾ മാത്രം ആര് നോക്കിയാൽ മതി? കമ്പനി നോക്കിയാൽ മതി കേട്ടോ. അത് ബ്രിട്ടീഷ് പരമായിട്ടുള്ള എന്താണ് രാഷ്ട്രീയ കാര്യങ്ങൾ, പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് എല്ലാം ഇനി ആര് നോക്കും? ബ്രിട്ടീഷ് ഗവൺമെന്റ് നോക്കും. അതാണ് ആരുടെ സമയത്തായിരുന്നു? വാറൻ ഹാസ്റ്റിങ്ങിന്റെ സമയം. ആണ് വർഷം നോക്ക്, 1784. 1784 ആരാ? വാറൻ ഹാസ്റ്റിങ്സ് ആയിരുന്നല്ലോ. സോ ആണ് ഹാൾഫ് ഹോൾ ഹാഫ് ലോഫ് സിസ്റ്റം എന്ന് പറയുന്നത്. ഹാഫ് ലോഫ് സിസ്റ്റം ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നല്ലൊരു ചോദ്യമാണ്, നോട്ട് ചെയ്ത് വെക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഈ വർഷം വീണ്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. അടുത്ത ചോദ്യം, ഇന്ത്യ ശക്തി വാസ് ദി ഫൗണ്ടർ ഓഫ് വിച്ച് ഡൈനാസ്റ്റി? ഏത് ഡൈനാസ്റ്റിയുടെ സ്ഥാപകനാണ് വിന്ധ്യാശക്തി? യെസ്, വിന്ധ്യാശക്തി നമ്മുടെ വാഗടക ഡൈനാസ്റ്റിയുടെ, അല്ലേ, നമ്മുടെ വാഗടക ഡൈനാസ്റ്റിയുടെ സ്ഥാപകൻ. ഇത് ഒരുപാട് വട്ടം PVക്ക് ചോദിച്ചോട്ടോ. ജി ഡിക്ക് തന്നെ 2023-ലും 2024-ലും റിപ്പീറ്റഡ് ആയി ചോദിച്ച ചോദ്യമാണ്. സോ കഴിഞ്ഞ CGL-ലും ചോദിച്ചു. വാഗടക വംശത്തിന്റെ സ്ഥാപകൻ ആരാ? വിന്ധ്യാശക്തിയുടെ ക്യാപിറ്റൽ പറഞ്ഞത് ഉജ്ജയിൻ എന്ന സ്ഥലമാണ്, നമ്മുടെ ഇന്നത്തെ മധ്യപ്രദേശ്. അടുത്ത ഉജ്ജയിനാണ് വാഗടക ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റൽ. ഫൗണ്ടർ ആരാണ്? വിന്ധ്യാശക്തി. അതുപോലെ ഈ വാഗടക ഡൈനാസ്റ്റിയിലെ റാണിയായിരുന്നു നമ്മുടെ ആര്? പ്രഭാവതി ഗുപ്ത, അല്ലെ? ഈ വാഗടക ഡൈനാസ്റ്റി ഭരിച്ച ക്യൂനാണ് പ്രഭാവതി ഗുപ്ത. ആരുടെ മകള്? നമ്മുടെ വിക്രമാദിത്യന്റെ, അല്ലെ, ഗുപ്ത രാജാവ്. ഗുപ്തൻ, ഏത് ഗുപ്തൻ? ചന്ദ്രഗുപ്ത സെക്കൻഡ്, അല്ലെ? നമ്മുടെ ചന്ദ്രഗുപ്ത രണ്ടാമനാണ് ആര്? വിക്രമാദിത്യൻ. വിക്രമാദിത്യ രാജാവിന്റെ മകളായിരുന്ന ആര്? ഈ പ്രഭാവതി ഗുപ്ത, അല്ലെ? ആ പ്രഭാവതി ഗുപ്ത ഏത് ഡൈനാസ്റ്റി ഭരിച്ചിട്ടുണ്ട്? ഈ വാഗടക ഡൈനാസ്റ്റി ഭരിച്ച റാണി കൂടെയാണ്. ആ വംശത്തിന്റെ സ്ഥാപകനാണ് വിന്ധ്യാശക്തി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പോയാലോ? അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് പാർലമെന്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട് ഇൻ വിച്ച് ഇയർ? ഏത് വർഷമാണ് ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട് ഇന്ത്യയിൽ പാസ്സാക്കിയത്? ആൻസർ 1861. 1861-ലാണ് ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട് പാസ് ചെയ്യുന്നത്. പാസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വൈസ്രോയി നമ്മുടെ കാനിങ് പ്രഭു ആയിരുന്നു. നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ വൈസ്രോയി ആണ്, അല്ലെ? നമ്മുടെ ഫസ്റ്റ് വൈസ്രോയി ആണ് ആര്? കാനിങ് പ്രഭു. കാനിങ് പ്രഭുവിന്റെ സമയത്താണ് നമ്മുടെ ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട് ഏത് വർഷം? 1861 പാസ് ചെയ്തത്. അങ്ങനെയാണ് 1862 ആദ്യത്തെ ഹൈക്കോടതി വരുന്നത്. എവിടെയാ? കൽക്കട്ടയിൽ കേട്ടോ. കൽക്കട്ട ഹൈക്കോർട്ടാണ് ഇന്ത്യയിലെ ഫസ്റ്റ് ഹൈക്കോർട്ട്. ഏത് വർഷം? വർഷം നോട്ട് കേട്ടോ. ഏത് വർഷം? 62. 61 ആക്ട് വരുന്നു, 62 ആദ്യത്തെ ഹൈക്കോടതി വരുന്നു. എവിടെയാ ഹൈക്കോടതി വരുന്നത്? കൽക്കട്ടയിലാണ് 1862 ആദ്യത്തെ ഹൈക്കോടതി. അപ്പം ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട് പാസ് ചെയ്യുന്ന സമയത്ത് ആരാ വൈസ്രോയി? അത് നോട്ട് ചെയ്തോ, നല്ല ചോദിക്കാൻ ഈ വർഷം ചാൻസ് ഉണ്ട്. ആരാണ്? ആദ്യത്തെ വൈസ്രോയി ആയ ലോർഡ് കാനിങ്ങിന്റെ സമയത്താണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡിപ്പാർട്ട്മെന്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ബാൽബൻ? നമ്മുടെ ഡൽഹി സുൽത്താൻമാരുടെ സമയത്ത് ആരംഭിച്ച ഒരു പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ചത് ആരാ? ബാൽബന. ഈ സെയിം ക്വസ്റ്റ്യൻ 2024 CHSL-നും ഉണ്ടായിരുന്നു. CHSL ചോദിച്ചത് ഇതിലുള്ളായിരുന്ന ആ ഡിപ്പാർട്ട്മെന്റ്, ബാൽബൻ ആരംഭിച്ച ഡിപ്പാർട്ട്മെന്റ് തന്നിട്ട് ചോദിച്ചു ആ ഡിപ്പാർട്ട്മെന്റ് എന്ത് ഡിപ്പാർട്ട്മെന്റ് എന്ന് ചോദിച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ ബാൽബൻ ആരംഭിച്ച ഡിപ്പാർട്ട്മെന്റ് ആണ് ദിവാൻ-ഇ ആരിസ്. കേട്ടോ, ബാൽബൻ ഡൽഹി സുൽത്താനായ ഗിയാസുദ്ദീൻ ബാൽബൻ ആരംഭിച്ച ഡിപ്പാർട്ട്മെന്റ് ആണ് ദിവാൻ-ഇ ആരിസ്. 24 CHSL ചോദിച്ച ചോദ്യം, ഇത് എന്ത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ഇതൊരു മിലിറ്ററി ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്ത് ഡിപ്പാർട്ട്മെന്റ് ആണ്? മിലിറ്ററി, ഒരു സൈനിക വകുപ്പാണ് ദിവാൻ-ഇ ആരിസ് എന്ന് പറയുന്നത്. അതുപോലെ കഴിഞ്ഞ CGL ചോദിച്ച മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് ദിവാൻ-ഇ കോഹി. കഴിഞ്ഞ CGL ചോദിച്ചിരുന്നു ദിവാൻ-ഇ കോഹി. എന്താണെന്നറിയോ? ഇത് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഡൽഹി സുൽത്താൻമാരിലെ
മുഹമ്മദ് ബിൻ തുഗ്ലക്ക്, അത് നോട്ട് ചെയ്യണം. ആരാണ് ഈ ഡിപ്പാർട്ട്മെന്റ് എത്തുന്നത്? മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ആരംഭിച്ച ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ദിവാൻ ഐ കോഹി. എന്ത് ഡിപ്പാർട്ട്മെന്റ്? അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ്. ഡിപ്പാർട്ട്മെന്റ് ആണ്, ഒരു അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ആണ് ദിവാൻ ഐ കോഹി. ആരാരംഭിച്ചത്? മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. ആരാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ആണ് ദിവാൻ ഐ കോഹി എന്ന് പറയുന്ന ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ചത്. ഓക്കെ, ദെൻ അടുത്തൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് ദിവാൻ ഐ റിയാസത്ത് എന്ന ഡിപ്പാർട്ട്മെന്റ്. ഇത് നമ്മുടെ അലാവുദ്ദീൻ ഖിൽജി. ആരാണ്? അലാവുദ്ദീൻ ഖിൽജി ആരംഭിച്ചൊരു ഡിപ്പാർട്ട്മെന്റ്. അത് എന്തുമായി? ഡൽഹിയുടെ മാർക്കറ്റ് കൺട്രോളിങ്ങുമായി, അല്ലെ, നമ്മുടെ ഡൽഹിയിലെ മാർക്കറ്റ് കൺട്രോളിങ്ങുമായി ബന്ധപ്പെട്ട് അലാവുദ്ദീൻ ഖിൽജി ആരംഭിച്ചൊരു ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു ഏത്? ദിവാൻ ഐ റിയാസത്ത് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. അതും ഇമ്പോർട്ടന്റ് ആണ്, ഈ വർഷം ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ ഇൻഷ. ഇൻഷ നമ്മുടെ റോയൽ കറസ്പോണ്ടൻസ്, ഡൽഹി സുൽത്താൻമാരുടെ രാജകീയ കത്തിടപാടുകൾ. അതാണ് റോയൽ, രാജകീയ കത്തിടപാടുകൾ. റോയൽ കറസ്പോണ്ടൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഏത്? ദിവാൻ ഐ ഇൻഷ എന്ന ഡിപ്പാർട്ട്മെന്റ്. സോ ഈ 4 ഡിപ്പാർട്ട്മെന്റ് നോട്ട് ചെയ്യുക. ഈ വർഷത്തെ CGL-ൽ ഉറപ്പായിട്ടും ഇതിലൊരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ചോദ്യം വരും. സോ കൃത്യമായും എന്തൊക്കെയാണ്? അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ്, അഗ്രികൾച്ചർ, കൃഷി, കോഹി കൃഷി, റിയാസത്ത് മാർക്കറ്റിംഗ് കൺട്രോളിംഗ് ഡിപ്പാർട്ട്മെന്റ്, ആരിസ് മിലിറ്ററി ഡിപ്പാർട്ട്മെന്റ്, ഇൻഷ റോയൽ കറസ്പോണ്ടൻസ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ഡമസ്കസ്, who was a Greek ambassador, came to India during the reign of which Maurya ruler? അതായത് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്ന രണ്ടാമത്തെ ഗ്രീക്ക് അംബാസിഡർ ആയിരുന്നു ഡമസ്കസ്. ആരാ ആദ്യം വന്നത്? ഫസ്റ്റ് ഗ്രീക്ക് അംബാസിഡർ ആരാ ഇന്ത്യയിൽ വന്നത്? അത് മെഗസ്തനിസ് ആയിരുന്നു, അല്ലേ? ഇന്ത്യയിലേക്ക് വന്ന ആദ്യത്തെ ഗ്രീക്ക് അംബാസിഡർ ആരാ? മെഗസ്തനിസ് ആണ്. മെഗസ്തനിസ് വന്നത് ആരുടെ സമയത്താ? അത് ചന്ദ്രഗുപ്ത മൗര്യയുടെ സമയത്താണ്, അല്ലെ? ചന്ദ്രഗുപ്ത മൗര്യയുടെ സമയത്ത് വന്ന ആളാണ് മെഗസ്തനിസ്. നമ്മുടെ ഓപ്ഷനിലുണ്ട്, തെറ്റാണ്, അപ്പൊ മെഗസ്തനല്ല. പിന്നെ രണ്ടാമത് ഡമസ്കസ് വന്നത് ചന്ദ്രഗുപ്തയുടെ മകന്റെ സമയത്താണ്, അല്ലെ? സൺ. ആര്? ബിന്ദുസാരൻ. ആൻസർ ഓപ്ഷൻ സി, ബിന്ദുസാരൻ. ബിന്ദുസാരന്റെ കൊട്ടാരത്തിലേക്കാണ് ആര് പറഞ്ഞത്? ഡമസ്കസ്, അല്ലെ? ഡമസ്കസ് വന്നത് ബിന്ദുസാരന്റെ കൊട്ടാരത്തിലേക്കും മെഗസ്തനിസ് വന്നത് ചന്ദ്രഗുപ്ത മൗര്യയുടെ കൊട്ടാരത്തിലേക്കും. ഓക്കെ, വളരെ ചോദ്യമാണ് കേട്ടോ. സോ നല്ല സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ് ഈ ഡമസ്കസും മെഗസ്തനിസും ഒക്കെ നോട്ട് ചെയ്ത് വെക്കേണ്ട ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു സീരീസിൽ 10 ക്വസ്റ്റ്യൻ എടുത്തേക്കുന്നത്, അല്ലെ? കഴിഞ്ഞ 2024 CGL ചോദിച്ചാൽ നല്ലൊരു 10 ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. നമുക്ക് ഈ കറക്റ്റ്, നമുക്കിപ്പോ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, പക്ഷെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഈ സീരീസ് ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്ന് ഒരു 3, 4, 5 മാസം കഴിയുമ്പോൾ ഈ സീരീസ് കറക്റ്റ് ഫോളോ ചെയ്ത് അതുമായി നോട്ട് ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് ഉറപ്പായിട്ടും 2025 GK സെഷനിൽ നല്ലൊരു ഭാഗത്തു നിന്നും GKയുടെ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ഞാൻ അടുത്തൊരു ടോപ്പിക്കിന്റെ സീരീസുമായി വീണ്ടും വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.